മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട്, അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ. അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും. തൃശ്ശൂരിലെ വാഹനാപകടം മനഃപൂർവ്വമായ നരഹത്യയാണെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ. നിയമലംഘനം നടത്തിയതിന് 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസുമായി ചേർന്ന് മോട്ടോർ വാഹന വകുപ്പ് രാത്രികാല പരിശോധന ശക്തമാക്കും. എന്നാൽ പരിശോധനയ്ക്ക് വണ്ടിയില്ലാത്ത വകുപ്പിന്റെ ദുരവസ്ഥയും പണം അനുവദിക്കാത്ത ധനവകുപ്പിന്റെ വീഴ്ചയും മന്ത്രി തുറന്നടിച്ചു. പുതിയ വാഹനങ്ങളില്ല, വാഹനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള ഗവൺമെൻറ് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസവും ധനകാര്യ വകുപ്പിനോട് വളരെ ഇതായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വണ്ടി തന്നേ പറ്റൂ, വണ്ടിയില്ലാതെ പറ്റില്ല. പല ഓഫീസുകളിലും ഒരു വാഹനം പോലും ഇല്ല. ഒരു വാഹനമെങ്കിലും ഒരു മിനിമം ഒരു ഓഫീസിൽ വരണ്ടേ, അതില്ലാത്തൊരവസ്ഥയാണ്. എന്താണ് ധനവകുപ്പിന് മറുപടി? അല്ല, ഇപ്പം എന്തിനാണെന്നാണ് ചോദിക്കുന്നത്? അത്ര തന്നെ. മാഹിയിൽ നിന്ന് മദ്യം വാങ്ങിയ ഡ്രൈവറും ക്ലീനറും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന പ്രാഥമികമായ പോലീസ് റിപ്പോർട്ട് ലഭിച്ചെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വണ്ടി ഓടിച്ചിരിക്കുന്നവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക മേൽനോട്ടത്തിലാണ്. മൃതദേഹം വീടുകളിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.